അധ്യായങ്ങൾ 28 മുതൽ 36 വരെ. യാക്കോബിന്റെ കഥ. ഇസ്ഹാക്കിന് 2 ആൺമക്കളുണ്ട്, ഏശാവ്, യാക്കോബ്. ഇസ്ഹാക്കിന് മൂത്ത സഹോദരനായ ഏശാവിനെ ഇഷ്ടമാണെങ്കിലും യാക്കോബ് തന്റെ പിതാവിൽ നിന്ന് ജന്മാവകാശത്തിന്റെ പദവികൾ നേടിയെടുക്കാൻ പദ്ധതിയിടുന്നു. ജന്മാവകാശം തട്ടിയെടുക്കപ്പെട്ടതിലുള്ള ഏശാവിന്റെ കോപത്തിൽ ഭയന്ന് യാക്കോബ് തന്റെ ജീവനുവേണ്ടി ഓടിപ്പോകുന്നു. നിരവധി സാഹസികതകൾക്ക് ശേഷം യാക്കോബ് ഒടുവിൽ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനായി പക്വത പ്രാപിക്കുന്നു. യാക്കോബിന്റെ 12 പുത്രന്മാരാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. അധ്യായങ്ങൾ 37 മുതൽ 50 വരെ. യോസേഫിന്റെ കഥ. യാക്കോബിന്റെ പ്രിയപുത്രനായ യോസേഫിനെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് ഉൽപ്പത്തി അവസാനിക്കുന്നത്. അസൂയാലുക്കളായ സഹോദരന്മാർ അവനെ ഈജിപ്തിൽ ദാരുണമായി അടിമത്തത്തിലേക്ക് വിൽക്കുന്നു. എന്നാൽ ദൈവം അവനെ ഈജിപ്തിൽ ഒരു നേതാവായി സ്ഥാപിക്കുന്നു. ഇത് യോസേഫിന്റെ കുടുംബത്തിന് പിന്നീട് അവിടെ അവനോടൊപ്പം താമസിക്കാനും 7 വർഷത്തെ വിനാശകരമായ ക്ഷാമത്തെ അതിജീവിക്കാനും സാധ്യമാക്കുന്നു.